ആ പാട്ട് വായിച്ച് തീർന്നപ്പോഴേക്കും ഹോങ്ങിങ്ങിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ആ ടെസ്റ്റ് പാസ്സാവുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പല പല ഭാഗങ്ങളിലായിട്ട് ഡ്യൂട്ടികൾ പിയാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അന്നത്തെ മത്സരത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഷാവോയ്ക്ക് ഡ്രീം ദേവതയുടെ അസിസ്റ്റന്റായി മാറാനുള്ള ചാൻസും പിയാൻ നൽകുന്നു. മുമ്പത്തെ അസിസ്റ്റന്റായിരുന്ന യൂനി മരിച്ചു പോയിരുന്നല്ലോ, അവളുടെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഷാവോയെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ദാലിയാണ്. കാരണം അവൾ ആ പൊസിഷന് വേണ്ടിയായിരുന്നു ഈ മത്സരത്തിൽ പങ്കെടുത്തത് മുഴുവൻ. പക്ഷെ ഷാവോ ആ സ്ഥാനം സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തത് ഇങ്ങനെ ഒരു സ്ഥാനം നേടുന്നതിന് വേണ്ടിയിട്ടല്ല, ഹോങ്ങിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ആ ആഗ്രഹം സാധിച്ചു തരാൻ ഡ്രീം ദേവതയോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി. അതിനുവേണ്ടി ഇനി എന്തെങ്കിലും ടെസ്റ്റ് വീണ്ടും നേരിടണമെങ്കിൽ അത് നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് ഷാവോ പറയുന്നു. പിയാൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷാവോയുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. അങ്ങനെ അവൾ പറഞ്ഞതുപോലെ ദേവതയെ അറിയിക്കാമെന്ന് പിയാൻ പറയുന്നു. ദേവതയുടെ തീരുമാനം എന്താണെന്ന് അറിയിക്കുന്നത് വരെ അവൾ മുമ്പ് ചെയ്തിരുന്നത് പോലെ ആ പൂക്കൾക്ക് വെള്ളമൊഴിക്കുന്ന ജോലി തുടരാൻ പിയാൻ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ വേണ്ടെന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് ദാലിയെ സെലക്ട് ചെയ്യുന്നു. ദാലി സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുന്നുണ്ട്. പുതിയ ഓരോ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും പുതിയ ഡ്രസ്സൊക്കെ നൽകിയിരുന്നു. അങ്ങനെ ദാലി ഇപ്പോൾ ആ വേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഷാവോയെ തനിച്ച് കിട്ടിയപ്പോൾ എന്താണ് നേരത്തെ ആ ചാൻസ് ഏറ്റെടുക്കാതിരുന്നതെന്ന് ദാലി അവളോട് ചോദിക്കുന്നു. ഞാനിവിടെ വന്നതിന് ഒറ്റൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഹോങ്ങിയെ രക്ഷപ്പെടുത്തി ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളത്. അല്ലാതെ എനിക്കിവിടെ നിൽക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് ഷാവോ പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡ്രീം ദേവതയുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞതല്ലേ? കാര്യങ്ങൾ ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും നിന്റെ ജീവിതം നല്ല രീതിയിൽ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് ശ്രമിച്ചുകൂടെ എന്ന് ദാലി അവളോട് ചോദിക്കുന്നു. ഷാവോയ്ക്ക് അത് കേട്ടപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഒരു മറുപടിയും പറയാതെ ദാലിയെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷാവോ പതിവ് പോലെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ആ ഗാർഡനിൽ തന്നെ ഇരുന്നാണ് ഉറങ്ങിയത്. ആ സമയത്ത് ഹോങ്ങിയെ സ്വപ്നം കണ്ട് അവൾ ഞെട്ടി ഉണരുന്നു. കയ്യിലുണ്ടായിരുന്ന ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളം അവളുടെ കയ്യിലേക്ക് വീണ് ആ കുഞ്ഞു ലീഫ് മൊത്തത്തിൽ നനയുന്നുണ്ട്. നീ എന്നെ മുക്കിക്കൊല്ലാൻ പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ ഷാവോയ്ക്ക് അതിനൊന്നും മറുപടി വരാനുള്ള മൂഡിലല്ലായിരുന്നു. ഹോങ്ങിയുടെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട്, നിനക്ക് അവനെ മുമ്പത്തെ പോലെ ഒന്ന് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചാണ് ഞാൻ അവനെ അങ്ങനെ കൊണ്ടുവരുന്നത്. എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കിനി അതിനുള്ള ശേഷിയില്ല. എന്നെ അവൻ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ കുഞ്ഞു ലീഫ് അവളോട് പറയുന്നു. ഷാവോ അവിടെ നിന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കരയരുത്, നീ നിൻ്റെ എനർജിയൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ അവനെ കാണുമ്പോൾ നിനക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു ലീഫ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡ്രീം ദേവത ബിങ്ഷുവിന് നൽകിയ സമയം ഏകദേശം അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ പിയാൻ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെ വിഷമിച്ച് നിൽക്കേണ്ട കാര്യമില്ല, നിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ ബിങ്ഷു അവളോട് പറയുന്നു. അവൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ടാനറുടെ കാര്യം എന്താവുമെന്ന് പിയാൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ ശരീരം ഇല്ലാതെയായാലും ടാനർ ബാക്കിയാവും, നിനക്ക് പറ്റുമെങ്കിൽ അവളെ ആ ഗോസ്ലി ഫയറിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതിയെന്ന് ബിങ്ഷു അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ തനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പിയാൻ പറയുന്നു. എന്നിട്ട് തൻ്റെ ചേട്ടൻ്റെ മരണത്തെക്കുറിച്ച് വീണ്ടും അവനോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ചേട്ടൻ മരിച്ചത് എന്നായിരുന്നു അവൾക്ക് അറിയേണ്ടത്. അവൻ ഒരു ഹീറോ ആയിരുന്നു, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ മരിച്ചത് എന്ന് മാത്രമാണ് ബിങ്ഷു പറഞ്ഞത്. പിയാൻ എത്രയൊക്കെ ചോദിച്ചിട്ടും അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ബിങ്ഷു തയ്യാറാവുന്നില്ല. അവൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കണം. എങ്ങനെയെങ്കിലും ടാനറെ തൻ്റെ അടുത്ത് കൊണ്ട് തന്നാൽ ഡ്രീം ദേവതയുടെ ശരിക്കുള്ള രൂപം കണ്ടെത്തി അവരെ താൻ കൊന്നോളാം, അവളെയും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവാം എന്നൊക്കെ ബിങ്ഷു പറയുന്നുണ്ട്. പിയാന് അല്ലെങ്കിൽ തന്നെ മുമ്പ് മുതലേ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ബിങ്ഷുവിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ അവനെ സഹായിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ ഡ്രീം ദേവത ആ ഫ്ലവർ ഗാർഡനിൽ ചെന്ന് പൂക്കളുടെയൊക്കെ എസൻസ് എടുക്കുന്ന ആ സമയത്ത് അവൾ ഡ്രീം ദേവതയുടെ മുറിയിലെത്തി ടാനറെ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ടാനർ കയ്യിലെടുത്ത ശേഷം അവളെ വിളിച്ചിട്ട് അനക്കമൊന്നും ഇല്ലാതിരിക്കുന്നത് കണ്ടപ്പോഴാണ് അത് ടാനർ അല്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല നേരത്തെ അവൾ എടുത്ത സ്ഥലത്ത് അതേപോലെ മറ്റൊരു വാൾ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഡ്രീം ദേവത അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് നിനക്കെൻ്റെ ശരിക്കുള്ള രൂപമല്ലേ കാണേണ്ടത്, ഞാനിപ്പോൾ ശരിക്കുള്ള രൂപത്തിലാണ്, നിനക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളാൻ പറയുന്നു. ഡ്രീം ദേവത എല്ലാം അറിഞ്ഞുവെന്ന് പിയാൻ മനസ്സിലാവുന്നു. ഒരു നിമിഷത്തേക്ക് എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് അവൾ സോറി പറയുന്നുണ്ട്. അപ്പോഴേക്കും പെയ്യും സുരിയും കൂടി ബിങ്ഷുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. നിന്റെ ചേട്ടനെ കൊന്നത് ആരാണെന്നല്ലേ നിനക്കറിയേണ്ടത്, നിന്റെ ചേട്ടനെ കൊന്നത് ഇവനാണ് എന്ന് ഡ്രീം ദേവത ബിങ്ഷുവിനെ നോക്കിക്കൊണ്ട് പറയുന്നു. അവൻ്റെ കയ്യിലുള്ള ആ വാൾ ഉപയോഗിച്ച് തന്നെയാണ് നിന്റെ ചേട്ടൻ്റെ ജീവൻ അവൻ എടുത്തത് എന്നും കൂടി ദേവത പറഞ്ഞതോടെ പിയാൻ ആകെ തളർന്നു പോകുന്നുണ്ട്. തനിക്ക് ശരിക്കും തെറ്റുപറ്റിപ്പോയി എന്ന് പിയാൻ സമ്മതിക്കുന്നു. ശിക്ഷിച്ചോളാൻ പറയുന്നുണ്ട്. പക്ഷേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാണ് അവളെ പറഞ്ഞ് വശീകരിച്ച് എൻ്റെ വഴിക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് എന്നെ ശിക്ഷിച്ചോ, അവളെ വെറുതെ വിടണമെന്ന് ബിങ്ഷു പറയുന്നുണ്ട്. പക്ഷേ രണ്ടുപേരെയും എല്ലാവരെയും കാണെ ശിക്ഷിക്കാനാണ് ദേവത ഓർഡർ നൽകിയത്. ഇനി ആരും ഇതേപോലെ ഒരു തെറ്റ് ആവർത്തിക്കാൻ പാടില്ല, അത്രയ്ക്ക് ക്രൂരമായ ശിക്ഷ വേണം നൽകാനും എന്നവർ വിധിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ അവരെ 2 തൂണുകളിലായി കെട്ടിയിട്ട് അവർ രണ്ടുപേരും ചെയ്ത തെറ്റെന്താണ് എന്ന് പെയ്യും സൂര്യയും കൂടി എല്ലാവരോടുമായി പറയുന്നുണ്ട്. ദാലിയും അവരുടെ തൊട്ടുപുറയിൽ തന്നെ നിൽപ്പുണ്ട്. അവർക്കുള്ള പണിഷ്മെൻ്റായിട്ട്
വിഷമുള്ള ഇൻസെക്റ്റുകളെ കൊണ്ട് രണ്ടുപേരെയും കടിച്ച് കൊല്ലിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവരുടെ ബോഡികൾ ബാക്കിയുള്ളവർക്കൊരു മാതൃകയായിട്ട് എന്നും അവിടെ തന്നെ സൂക്ഷിക്കും. ആ ഇൻസെക്റ്റുകൾ ഉള്ളത് ദാലിയുടെ കൈവശമാണ്. ദാലിയോട് ശിക്ഷ നടപ്പാക്കാൻ ബാക്കി രണ്ടുപേരും കൂടി പറയുന്നുണ്ട്. ദാലി ആദ്യം ബിങ്ഷുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് മുമ്പ് തന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളതിനൊക്കെ നന്ദി പറയുന്നു. ഇപ്പോൾ ഇതല്ലാതെ തൻ്റെ മുന്നിൽ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവൾ ആദ്യമേ തന്നെ സോറി പറയുന്നുണ്ട്. പിയാന് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പെയ് അവളോട് ചോദിക്കുന്നു. പിയാൻ ഡ്രീം ദേവതയെക്കുറിച്ചാണ് പറഞ്ഞത്. അവൾ അവിടെ എത്തിയിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നല്ലോ. ഇവിടെ വന്നതിന് ശേഷം ഡ്രീം ദേവത മാത്രമാണ് തൻ്റെ ഫാമിലി എന്നാണ് കരുതിയിട്ടുള്ളത്. അങ്ങനെ ഡ്രീം ദേവത ഇതുവരെ തന്നോട് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്നെക്കൊണ്ട് ഡ്രീം ദേവത ചെയ്യിച്ച ദുഷ്ടത്തരങ്ങളൊക്കെ പിയാൻ അവിടെ നിന്ന് പറയുന്നു. അവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള മനുഷ്യരുടെ എല്ലാം സോൾ നശിപ്പിച്ചു കളയുകയും അവരുടെ എസൻസ് ഡ്രീം ദേവതയുടെ നിലനിൽപ്പിനായി വേണ്ടി എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്തതിനെ പറ്റിയാണ് അവൾ പറഞ്ഞത്. അതോടെ അവിടെ നിൽപ്പുണ്ടായിരുന്ന പുതിയതായി വന്ന പെൺകുട്ടികൾക്കൊക്കെ ആകെ കൺഫ്യൂഷൻ ആവുന്നു. പിയാൻ പറയുന്നത് വെച്ചിട്ട് ഡ്രീം ദേവത ശരിക്കും ഒരു ദുഷ്ടയാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ കണ്ണിൽ ഡ്രീം ദേവത അങ്ങനെ അല്ലല്ലോ. പിയാൻ മനഃപൂർവ്വം ഡ്രീം ദേവതയുടെ ഇമേജ് തകർക്കാൻ ശ്രമിക്കുകയാണോ അതോ അവർ ശരിക്കും അവൾ ഈ പറയുന്നത് പോലെ ആണോ എന്ന് തിരിച്ചറിയാനാവാതെ അവരെല്ലാം ആകെ കൺഫ്യൂഷനിലാവുന്നു. പെയ്യും സുരിയും കൂടി പിയാനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കാരണം ഒരു ദിവസം പോലും എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. എല്ലാ ദിവസവും ആ തെറ്റുകളുടെ ശിക്ഷ സ്വയം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പിയാൻ വീണ്ടും പറയുന്നു. അവളിങ്ങനെ നിർത്താതെ പറയുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ ശിക്ഷ നടപ്പാക്കാനായി പെയ്യും സുരിയും തുടങ്ങുന്നുണ്ട്. പക്ഷേ അവളെ ഒന്നും ചെയ്യരുത്. അവളെ വെറുതെ വിടുകയാണെങ്കിൽ ഡ്രീം ദേവത ആവശ്യപ്പെടുന്നത് പോലെ അവരുടെ ജോലിക്കാരനായി നിൽക്കാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടി കുൻലൻ മിററിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ താൻ തയ്യാറാണ് എന്ന് ബിങ്ഷു അപ്പോൾ പറയുന്നു. അതിന് അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ. ഈ സമയത്താണ് ഇതെല്ലാം കേട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്ന ഷാവോ കൂടി ഹോങ്ങിയെ വിട്ടയക്കുന്നതിനെ പറ്റി ഡ്രീം ദേവത എന്തെങ്കിലും പറഞ്ഞുവെന്ന് ചോദിക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഹോങ്ങിയെ വിട്ടയക്കാൻ ഡ്രീം ദേവത സമ്മതിക്കുകയാണെങ്കിൽ ബിങ്ഷുവിനൊപ്പം പോയി ഈ കുൻലൻ മിററിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ താനും തയ്യാറാണ് എന്ന് ഷാവോയും പറയുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ ഡ്രീം ദേവതയെ അറിയിക്കുന്നതിന് വേണ്ടി അവരെ രണ്ടുപേരെയും വീണ്ടും ഡ്രീം ദേവതയുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവർ ചെല്ലുമ്പോൾ തന്നെ ഡ്രീം ദേവത ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുകയായിരുന്നു. അവർ ശരിക്കും നന്നായി ആലോചിച്ച് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ദേവത ചോദിക്കുന്നു. രണ്ടുപേരും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ആഗ്രഹം നടത്തി കൊടുക്കാൻ ദേവത സമ്മതിക്കുന്നു. പക്ഷേ എവിടെയാണ് കുൻലൻ മിററിൻ്റെ ഭാഗങ്ങൾ അന്വേഷിക്കേണ്ടതെന്ന് അവർക്കറിയില്ലല്ലോ. ദേവത തന്നെ അതിനൊരു ക്ലൂ നൽകുന്നുണ്ട്. അവിടെയുള്ളൊരു മൗണ്ടൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ കുൻലൻ മിററിൻ്റെ ഒരു ഭാഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവത അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ മൗണ്ടനിൽ തവോഷി എന്നൊരു ബീസ്റ്റ് കുൻലൻ മിററിൻ്റെ ഒരു ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്ത് താമസിക്കുന്നുണ്ട് എന്ന് പണ്ട് മുതലേ കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെ ആർക്കും അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റിയിട്ടില്ല. ഭാഗ്യമുള്ളവരൊക്കെ മുറിവുകൾ പറ്റി രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ സുരി ഇപ്പോൾ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ബിങ്ഷുവും ഷാവോയും കൂടി ആ മൗണ്ടൻ അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. അവർ പോകുന്നത് ഹോങ്ങി അറിയുന്നുണ്ട്. പക്ഷെ അവർക്ക് തന്നെ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവന് സംശയമുണ്ട്. ഷിപ്പിലാണല്ലോ ഇവർ പോകുന്നത്. പെട്ടെന്ന് ഷിപ്പൊന്ന് ആടി ഒളിഞ്ഞ സമയത്ത് ഷാവോ വീഴാൻ തുടങ്ങിയപ്പോൾ ബിങ്ഷു അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. ഇത് അവളുടെ കയ്യിൽ കിടപ്പുണ്ടായിരുന്ന കുഞ്ഞു ലീഫിന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ വേഗം ആ ലീഫിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ട് ബിങ്ഷുവിൻ്റെ കയ്യിൽ ചെന്നൊരു കടി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ബിങ്ഷു അതിനെ കാണുന്നത്. അതെന്താണെന്ന് ബിങ്ഷു വേദന കൊണ്ട് കൈ കുടഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഒരു സ്പിരിറ്റ് ഹെർബാണ്, ഡീമൻ വാലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് ഷാവോ കള്ളം പറയുന്നു. ഇതിനെ വെള്ളമൊക്കെ കൊടുത്തിട്ട് 2 ദിവസമായി, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് പറഞ്ഞ് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് അതിനെ കൊണ്ടുപോയി മുക്കുന്നുണ്ട്. ഇങ്ങനെ ബിങ്ഷുവിനെ കടിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് വഴക്കും പറയുന്നു. ആ ഡ്രീം ദേവതയ്ക്ക് വട്ടാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് ഒരിക്കലും തവോഷിയെ തോൽപ്പിക്കാൻ പറ്റില്ല. അവരുടെ വാക്കും കേട്ട് നിനക്കിങ്ങനെ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ച് ലീഫ് അവളെ കുറ്റപ്പെടുത്തുന്നു. ബിങ്ഷു കൂടെ ഉണ്ടല്ലോ, അവൻ ഒരു ഡീമൻ ഹണ്ടർ ആണല്ലോ എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. ഒരു ആണിൻ്റെ കൂടെ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ ഡ്രീം ദേവതയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ലീഫ് പറയുന്നു. അതോടെ അവൻ അസൂയാണ് എന്ന് ഷാവോയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ബിങ്ഷു ആൾ ഡീസൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിലേക്ക് തിരികെ ചെയിനായിട്ട് പോകാനും പറയുന്നു. അങ്ങനെ തിരികെ ചെയിൻ്റെ രൂപത്തിലാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാവോ പിയാൻ്റെ ബ്രദറിനെ കുറിച്ച് ബിങ്ഷുവിനോട് ചോദിക്കുന്നുണ്ട്. അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായി കഴിഞ്ഞിരുന്നു. അവന് പോയിസൺ ഏറ്റതാണ്. അവൻ്റെ മനുഷ്യത്വം മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എനിക്കവനെ കൊല്ലേണ്ടി വന്നത് എന്നൊക്കെ ബിങ്ഷു അവളോട് പറയുന്നുണ്ട്. കുറേ യാത്ര ചെയ്ത് അവരെന്തായാലും അവരുടെ ലക്ഷ്യസ്ഥാനമായ ആ മൗണ്ടനിൽ എത്തിച്ചേരുന്നു. ഷിപ്പിൽ നിന്നിറങ്ങി മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് ഇവർക്ക് നേരെ കുറച്ച് അമ്പുകൾ പാഞ്ഞു വരുന്നുണ്ട്. ബിങ്ഷു പക്ഷേ അതൊക്കെ തടയുന്നു. അവിടെ ഒളിച്ചിരിക്കുന്നവരോട് പുറത്ത് വരാനായി വിളിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ കുറച്ച് ഗ്രാമീണരായ ആൾക്കാർ തന്നെയായിരുന്നു ശത്രുക്കളാണ് എന്ന് കരുതി ഇവർക്ക് നേരെ അമ്പെയ്തത്. ഒരു ഒഫീഷ്യലാണ് എന്നറിഞ്ഞപ്പോൾ അവർ പുറത്തേക്ക് വരുന്നു. ആൾ മാറി ആക്രമിച്ചതിന് മാപ്പ് ചോദിക്കുന്നുണ്ട്. അവർ കരുതിയത് ഇവൻ ടാക്സി പിരിക്കാനായി അങ്ങോട്ടേക്ക് വന്നതാണ് എന്നാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല, ഡീമൻസിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഡീമൻസിൻ്റെ ആക്രമണം എങ്ങനെയുണ്ട് എന്നൊക്കെ ബിങ്ഷു അന്വേഷിക്കുന്നു. കുറച്ച് നാളായിട്ട് ഡീമൻസിൻ്റെ ആക്രമണം കൊണ്ട് തങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് എന്ന് ഗ്രാമീണർ പറയുന്നുണ്ട്. എന്നിട്ട് അവനെ അവിടുത്തെ ഗ്രാമത്തലവൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു.
അവരുടെ കൂട്ടത്തിൽ ആലി എന്നൊരു ആളുണ്ടായിരുന്നു. അയാളായിരുന്നു നേരത്തെ ഇവർക്ക് നേരെ അമ്പ് ചെയ്തത്. ഒരു പ്രൊഫഷണലിനെ പോലെ ആ അമ്പുകൾ പാഞ്ഞു വരുന്നതുകൊണ്ട് ബിങ്ഷുവിന് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ കുറച്ച് പോരായ്മകളൊക്കെ ഉള്ളതിനെ പറ്റി മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിൽ ബിങ്ഷു അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആലിക്ക് പക്ഷെ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഈ ബിങ്ഷു പറഞ്ഞതിനൊന്നും മറുപടി പറയാതെ ദേഷ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവൻ്റെ വൈഫിനെ അടുത്തിടെ തവോഷി പിടികൂടിക്കൊണ്ട് പോയിരുന്നു. അതിനുശേഷമാണ് അവൻ്റെ സ്വഭാവം ഇങ്ങനെ ആയത്. അതുകൊണ്ട് അവനോട് പ്രത്യേകിച്ച് ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞ് മറ്റ് ഗ്രാമീണർ ബിങ്ഷുവിനോട് ആലിക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നുണ്ട്. തവോഷി തങ്ങൾക്കെതിരെ ചെയ്യുന്ന ദ്രോഹത്തെപ്പറ്റിയും തവോഷിയുടെ ഭീകര രൂപത്തെപ്പറ്റിയുമൊക്കെ ഗ്രാമീണർ അവരോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തവോഷിയുടെ ആക്രമണത്തിൽ നശിച്ച സ്ഥലങ്ങൾ ആ ഗ്രാമത്തിലുള്ളത് അവർ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ ഗ്രാമത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റം വളരെ വിചിത്രമായിട്ട് ഷാവോയ്ക്കും ബിങ്ഷുവിനും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരെ കണ്ടപ്പോൾ അവർ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് രണ്ടുപേർക്ക് തോന്നിയത്. മാത്രമല്ല ചുവന്ന നിറത്തിലുള്ള പെയിന്റ് അവിടെ പ്രത്യേകം ഉണ്ടാക്കുന്നതും ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതേ പെയിന്റ് ഉപയോഗിച്ചാണ് ഈ തവോഷിയുടെ ആക്രമണം നടന്നു വന്ന ഭാഗത്ത് വരച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ ഗ്രാമത്തലവൻ അങ്ങോട്ട് വന്ന് ഇവരെ കാണുന്നുണ്ട്. അദ്ദേഹവും തവോഷിയുടെ ഭീകരതകളെ പറ്റിയും അവിടെ വരുത്തിയിരിക്കുന്ന നാശനഷ്ടങ്ങളെ പറ്റിയും പറയുകയും അത് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് കള്ളമാണ് എന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നു. പ്രത്യേകിച്ച് ഷാവോയ്ക്ക് ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ അവൾ മുമ്പ് നടത്തിയിട്ടുള്ളതിനാൽ ആദ്യമേ തന്നെ ഈ കള്ളത്തരം നന്നായി മനസ്സിലാവുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും അത് പുറത്ത് കാണിക്കാതെ അവർ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നത് പോലെ അതെല്ലാം കേട്ടുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ഷാവോ തനിച്ച് ഒരു ഭാഗത്തുകൂടി നടക്കുമ്പോഴാണ് ആലിയുടെ അമ്മ അവനെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് നിർബന്ധിക്കുന്നത് അവൾ കേൾക്കാനിടയാവുന്നത്. പക്ഷെ ആലി തൻ്റെ വൈഫ് തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിൽ അതിന് തയ്യാറാവാതെ അവരെ എതിർത്ത് നിൽക്കുകയാണ്. ഷാവോ ഒളിഞ്ഞു നിന്നാണല്ലോ ഇവരുടെ സംസാരം കേൾക്കുന്നത്. ഈ സമയത്ത് ഒരു കുട്ടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ വിളിച്ചിട്ട് ഹൈഡാൻസി കളിക്കുകയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തെ കണ്ടീഷനിൽ അവൾക്ക് അതെന്ന് സമ്മതിക്കേണ്ടി വരുന്നു. എനിക്കും കളിക്കണം, നമുക്ക് ഒരുമിച്ച് കളിക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ബഹളം വയ്ക്കും എന്നൊക്കെ കുട്ടി പറഞ്ഞപ്പോൾ ഷാവോയ്ക്ക് അവൻ്റെ ഒപ്പം കളിക്കേണ്ടി വരുന്നു. അങ്ങനെ ആ കുട്ടിക്കൊപ്പം മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ വൈക്കോൽ കൊണ്ട് തവോഷിയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുട്ടി അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആ രൂപം കണ്ടപ്പോൾ ഷാവോയ്ക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ശരിക്കും തവോഷിയുടെ രൂപം ഇങ്ങനെയൊന്നുമല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണെന്ന് കുട്ടി പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് എന്ന് ഷാവോ അവനോട് ചോദിക്കുന്നു. അത് പറയണമെങ്കിൽ തനിക്കൊപ്പം കളിക്കണമെന്ന് അവൻ നിർബന്ധം പിടിക്കുന്നുണ്ട്. അങ്ങനെ ഷാവോ അവൻ്റെ ഒപ്പം ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ തുടങ്ങുന്നു. അവൻ ഒളിച്ച ശേഷം അവനെ കണ്ടുപിടിക്കാനായി ഒരു മുറിയുടെ അടുത്തേക്ക് എത്തിയ ഷാവോ ആ മുറിക്കുള്ളിൽ വരച്ചു വെച്ചിരിക്കുന്ന ഒരു രൂപം കണ്ട് ശരിക്കും പേടിക്കുന്നു. ആ കുട്ടി അതിനുള്ളിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവൾ പേടിച്ചെന്ന് കണ്ട് അവൻ അവളെ കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷാവോ ആ ചിത്രം ശരിക്കും നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ബിങ്ഷുവും ആ ഗ്രാമത്തലവൻ്റെ കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സിഷു എന്നാണ് ആ കുട്ടിയുടെ പേര്. ഗ്രാമത്തലവൻ അവനെ വഴക്ക് പറഞ്ഞിട്ട് പുറത്ത് പോയി കളിക്കാൻ പറഞ്ഞ് അവനെ പുറത്തേക്ക് അയക്കുന്നു. ഒരു തവണ കാട്ടിൽ വേട്ടയാടാൻ പോയ സമയത്ത് കാട്ടിൽ വെച്ച് കിട്ടിയതാണ് അവനെ. കുറേ അന്വേഷിച്ചിട്ടും അവൻ്റെ പേരൻസിനൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വളർത്തുകയാണ് എന്നൊക്കെ ഗ്രാമത്തലവൻ ഷാവോയോട് പറയുന്നുണ്ട്. ആ ഭിത്തിയിൽ വരച്ചിരിക്കുന്ന രൂപം ആലി വരച്ചതാണ് എന്നും അവൻ അവിടെയാണ് ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുമൊക്കെ ഗ്രാമത്തലവൻ അവരോട് പറയുന്നുണ്ട്. തൽക്കാലം ആ മുറിയിൽ താമസിക്കാമെന്ന് ബിങ്ഷു ഷാവോയോട് പറയുന്നു. അവളത് സമ്മതിക്കുന്നുണ്ട്. ഗ്രാമത്തലവൻ അവർക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ റെഡിയാക്കാനായി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. തനിച്ചായപ്പോൾ ആ ഗ്രാമത്തിൽ കണ്ട കാര്യങ്ങളെപ്പറ്റി അവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് രണ്ടുപേർക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതിനെപ്പറ്റിയാണ് രണ്ടുപേരും പറഞ്ഞത്. പക്ഷേ ലീയുടെ പെരുമാറ്റത്തിൽ നിന്ന് അവൻ ശരിക്കും ടീമിനെ കണ്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് ബിങ്ഷു പറയുന്നുണ്ട്. അതേപോലെ സിഷുവും തന്നോട് തവോഷിയെ കണ്ടതിനെ പറ്റി പറഞ്ഞതിനെ പറ്റി ഷാവോയും പറയുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ അവൾ സിഷുവിനെ അന്വേഷിച്ച് പോകാമെന്നും അവൻ ലീയെ അന്വേഷിച്ച് പോയി എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് നോക്കാമെന്നും അവർ തീരുമാനിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരേ മുറിയിൽ തന്നെ സ്റ്റേ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു ലീഫ് പുറത്തേക്ക് വന്നിട്ട് അത് പറ്റില്ല, അവൻ മറ്റെവിടെയെങ്കിലും പോയി നിന്നേ പറ്റുകയുള്ളൂ, അവർ രണ്ടുപേരും അവൻ ഒരേ മുറിയിൽ താമസിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നുണ്ട്. ഷാവോയ്ക്ക് ഇത് കേട്ട് ദേഷ്യം വന്നുണ്ട്. അവൾ കലി തീർക്കാനായി അവനെ മുന്നിൽ ഇരിപ്പുണ്ടായിരുന്ന വെള്ളത്തിൽ മുക്കിയിട്ട് അവളുണ്ടായിരുന്ന കുറച്ച് കരിയിലേക്ക് നല്ലോണം ഇട്ട് ഉരച്ച് ആ മഷി കൊണ്ട് ഭിത്തിയിൽ തവോഷിയുടെ രൂപം വരച്ചു വെച്ചിരിക്കുന്നത് ഒന്നുകൂടി തെളിച്ച് വരയ്ക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ അതിനെ വേദനിപ്പിക്കുന്നുണ്ട്. ബിങ്ഷു അന്തം വിട്ട് അവളെ നോക്കി നിൽക്കുന്നു. പക്ഷെ ഷാവോയ്ക്ക് ഒട്ടും ദയയില്ല. അവൾ നല്ലോണം വേദനിപ്പിച്ച ശേഷമാണ് അവനെ വിട്ടത്. പാവം കുഞ്ഞു ലീഫ്, ദേഹം മുഴുവൻ കരി വരുന്നുണ്ട്, ആകെ വല്ലാണ്ടായിരിക്കുന്നു. അവൻ ആ വെള്ളത്തിലിറങ്ങി ദേഹത്തെ കരിയൊക്കെ കഴുകി കളയുന്നുണ്ട്. ഇപ്പോൾ സമയം രാത്രിയായിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് പുറത്ത് ഒരു വികൃത രൂപമുള്ള ഡീമൻ എത്തുന്നുണ്ട്. ഏതൊക്കെയോ ഗ്രാമീണർ അതിനെ കണ്ടുകൊണ്ട് ബഹളം വെച്ച് അതിനെ പിടിക്കാനായി ഓടുന്നു. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിലുള്ളത് ആലിയാണ്. തവോഷിയാണ് ആ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി ഓടുന്നത്. ഏറ്റവും പുറകിലായി വന്നിരുന്ന ഗ്രാമത്തലവനോട് എന്താണ് സംഭവമെന്ന് ബിങ്ഷുവും ഷാവോയും കൂടി അന്വേഷിക്കുന്നുണ്ട്. തവോഷി അവിടെ എത്തിയിരിക്കുന്നു. ആലിയുടെ വീടിന് മുന്നിൽ വെച്ചാണ് അതിനെ കണ്ടത്. എല്ലാവരും കൂടി ഇപ്പോൾ അതിനെ പേടിപ്പിച്ച് ഓടിച്ചിരിക്കുകയാണ്. അതിനെ ഡീൽ ചെയ്യാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇക്കാര്യത്തിൽ ഇടപെടേണ്ട, അവരിതെല്ലാം നോക്കിക്കോളും, നിങ്ങൾ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞ് അവരെ അവിടെ വിട്ടിട്ട് തൻ്റെ കൂട്ടത്തിലുള്ളവരെ മാത്രമാണ് ഈ ഡീമൻ്റെ പുറകെ ഗ്രാമത്തലവൻ പറഞ്ഞയക്കുന്നത്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതും കൂടി കണ്ടപ്പോൾ ഇതെല്ലാം ആ ഗ്രാമീണരുടെ ഒരു സെറ്റപ്പാണ് എന്ന് ബിങ്ഷുവും ഷാവോയും ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ അവിടെ ഒരു ചെറിയ സ്കെയിൽ കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് നോക്കിയപ്പോൾ അതിൽ ബ്ലഡ് പുരണ്ടിരിക്കുന്നത് ബിങ്ഷു കാണുന്നുണ്ട്. അതേപോലെ താഴെ പതിഞ്ഞിരിക്കുന്ന കാൽപ്പാടുകൾ ഒരു മനുഷ്യൻ്റെ അല്ല,
എന്നും അവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഇവർ ഈ പറയുന്നത് ശരിക്കും ഒരു ഡീമൻ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് തവോഷിയല്ല എന്ന് അവർ ഉറപ്പിക്കുന്നു. അവർക്ക് അറിയാവുന്ന തവോഷി ഇങ്ങനെ മനുഷ്യരെ പേടിച്ച് ഓടുന്ന ഒരു ഡീമൻ അല്ല. അടുത്ത ദിവസം രാവിലെയാണ് ഈ ഡീമന് പിറകെ പോയ ആൾക്കാരൊക്കെ തിരികെ എത്തുന്നത്. അവർ വരുന്നതും വെയിറ്റ് ചെയ്ത് ബിങ്ഷുവും ഗ്രാമത്തലവനൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ തവോഷിയെ കുറേ ദൂരം ഓടിച്ചു, പക്ഷെ പിടിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ഷീണിതരായിട്ടാണ് ഗ്രാമീണർ തിരികെ വന്നിരിക്കുന്നത്. ആലിയും അക്കൂട്ടത്തിലുണ്ട്. അവൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ബിങ്ഷു വാങ്ങി പരിശോധിക്കുന്നു. ഒരു ഡീമനെ നേരിടേണ്ട രീതിയിൽ അറ്റത്ത് പോയിസൺ പുരട്ടിയും അതേപോലെ തന്നെ താലിസ്മാൻ ഒട്ടിച്ചതുമൊക്കെ ആയിരുന്നു ആ അമ്പുകൾ. തൽക്കാലം ടീമിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇത് മതിയാവും. പക്ഷേ ശരിക്കും നിങ്ങളീ പറയുന്നത് തവോഷിയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ ഇതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. എന്നിട്ട് തവോഷിയെ പിടികൂടാൻ താൻ സഹായിക്കാൻ തയ്യാറാണെന്ന് ആലിയോട് പറയുന്നു. തവോഷിയെ പറ്റി കൂടുതൽ ഇങ്ങോട്ട് പറയാനും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആലി അവനോട് സഹകരിക്കാൻ തയ്യാറാവാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞ് ഗ്രാമത്തലവൻ ബിങ്ഷുവിനെ പിന്തിരിപ്പിക്കാനും ശ്രമിക്കുന്നു. ഇങ്ങനെ ആലി മൗനം പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വേറെയും ഒരുപാട് ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായേക്കും എന്നൊക്കെ ബിങ്ഷു അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ആലിക്ക് അവൻ പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്നു. അങ്ങനെ അവൻ ബിങ്ഷുവിനോട് സഹകരിക്കാൻ തയ്യാറാവുന്നു. സ്വസ്ഥമായ ഒരിടത്ത് ചെന്നിരുന്ന് ആലി തൻ്റെ കഥ ബിങ്ഷുവിനോട് പറയുന്നുണ്ട്. അയാളുടെ വൈഫിൻ്റെ പേര് യാവർ എന്നായിരുന്നു. അവർ കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. അവരുടെ വിവാഹം ചെറുപ്പത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. വിവാഹശേഷം ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതായിരുന്നെങ്കിലും സന്തോഷം നിറഞ്ഞതായിരുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഗവൺമെൻറ് ഇവർക്ക് മേലുള്ള ടാക്സ് ഒക്കെ വളരെയധികം കൂട്ടിയത്. ആ സമയത്ത് ആലിക്ക് പെട്ടെന്ന് എന്തോ അസുഖം പിടിപെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ട സമയമായപ്പോൾ അതിനുള്ള തുക കണ്ടെത്താൻ കഴിയാതെ വന്നു. അങ്ങനെ ആയപ്പോൾ യാവർ കാട്ടിൽ വേട്ടയാടാൻ പോകാനായി നിർബന്ധം പിടിക്കുകയുണ്ടായി. ആലി അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അപ്പോഴത്തെ അവസ്ഥയിൽ മറ്റു വഴിയൊന്നും മുന്നിലില്ലാത്തതിനാൽ അവസാനം യാവറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവന് അവളെ കാട്ടിലേക്ക് അയക്കേണ്ടി വന്നു. അന്ന് കാട്ടിലേക്ക് പോയ യാവർ കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് തിരികെ വന്നപ്പോൾ ആവശ്യത്തിന് മൃഗങ്ങളെയൊക്കെ അവൾ വേട്ടയാടി കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് ടാക്സ് അടയ്ക്കുന്ന കാര്യത്തിന് അവർക്ക് വിഷമിക്കേണ്ടി വന്നില്ല. മാത്രമല്ല അവൾ യൂലി സ്പ്രിംഗ് വാട്ടറാണ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് വെള്ളവും കൊണ്ടുവന്നിരുന്നു. ആ വെള്ളം കുടിക്കാൻ അന്ന് അവൾ തന്നെ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ അതിൻ്റെ മണം കേട്ടപ്പോൾ എനിക്കത് കൊള്ളാത്ത വെള്ളമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാനത് കുടിക്കാൻ തയ്യാറായില്ല. അവൾ എന്നെ നിർബന്ധിക്കുന്ന കൂട്ടത്തിൽ ഞാനത് തട്ടിക്കളഞ്ഞു. അങ്ങനെ താഴെ വീണ് പൊട്ടുകയും ചെയ്തു. ആ സമയത്ത് അവളുടെ കയ്യിലും ആ കുപ്പിയുടെ ഒരു കഷ്ണം കൊണ്ട് മുറിവുണ്ടായി. എൻ്റെ ഭാഗത്ത് തെറ്റാണ് എന്നൊക്കെ ആലി കുറ്റബോധത്തോടെ പറയുന്നു. അന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ ആ വെള്ളം കുടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അവളെ നഷ്ടപ്പെടുമായിരുന്നില്ല എന്നും അവൻ വിഷമത്തോടെ പറയുന്നുണ്ട്. കാട്ടിൽ വെച്ച് കണ്ട ഒരു ഇമ്മോർട്ടലാണ് യൂലി സ്പ്രിംഗ് വാട്ടർ തനിക്ക് നൽകിയതെന്നായിരുന്നു അവർ അവനോട് പറഞ്ഞിരുന്നത്. ഷാവോ ഈ സമയം ശിശുവിനെ അന്വേഷിച്ച് പോയിരുന്നു. അവസാനം അവനെ കണ്ടുപിടിക്കുന്നുണ്ട്. വഴിയെ പോകുന്നവരോടൊക്കെ തൻ്റെ ഒപ്പം കളിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് അവനിങ്ങനെ നടക്കുകയാണ്. ആരെയും കളിക്കാൻ കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഷാവോയെ അവൻ കാണുന്നത്. കഴിഞ്ഞ ദിവസം അവൻ്റെ ഒപ്പം കളിച്ചാൽ തന്നോട് തവോഷിയെക്കുറിച്ച് പറയാമെന്ന് അവൻ പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് ഷാവോ ചോദിച്ചപ്പോൾ ഇപ്പോൾ കൂടെ കളിക്കുകയാണെങ്കിൽ പറയാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ ഷാവോ അവൻ്റെ ഒപ്പം കുറച്ച് സമയം കളിക്കുന്നുണ്ട്. ആലി ബിങ്ഷുവിനോട് ബാക്കി കഥ പറയുന്നുണ്ട്. യാവർ സേഫായി തിരികെ എത്തി. ആദ്യം ഗവൺമെൻറ് പറഞ്ഞിരുന്ന ടാക്സ് ഒക്കെ നൽകുന്നുണ്ടെങ്കിലും ആ ഓഫീസേഴ്സിന് അത് മതിയാകുമായിരുന്നില്ല. അവർ പിന്നെയും പണം വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ യാവർക്ക് വീണ്ടും വേട്ടയാടുന്നതിന് വേണ്ടി മലമുകളിലേക്ക് പോകേണ്ടി വന്നു. പക്ഷേ രണ്ടാമത് പോയ അവൾ പിന്നെ തിരികെ വന്നില്ല. അന്വേഷിച്ചു പോയ ആലിക്കും ബാക്കിയുള്ളവർക്കും ആകെ കണ്ടെത്താനായത് അവളുടെ വസ്ത്രങ്ങളും അതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന അവരുടെ ലവ് ടോക്കൺ ആയിട്ടുള്ള ഒരു ജെയ്ഡ് പെൻഡൻറ്റിൻ്റെ പകുതിയുമാണ്. അത് ആലി അവനെ കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടുകിട്ടിയ സ്ഥലത്തിനടുത്തായി തവോഷിയുടെ അലർച്ച കേട്ടു. അതേപോലെ തന്നെ രക്തനിറത്തിലുള്ള 2 കണ്ണുകളും താൻ കണ്ടുവെന്ന് ആലി ബിങ്ഷുവിനോട് പറയുന്നു. ഇങ്ങനെ ഒരു പക ഉള്ളതുകൊണ്ട് തന്നെ തവോഷിയെ തൻ്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം എന്നുള്ള ചിന്തയിലാണ് ആലി. ബിങ്ഷു അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഷാവോ ഈ സമയം ശിശുവിന് പുതിയ കളി പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ലീഫിനെ ഒരു കമ്പിനുള്ളിൽ വലിച്ചു മുറുക്കി കെട്ടി തെറ്റാടി പോലെ അതുകൊണ്ട് കല്ല് ആ ഭിത്തിയിലേക്ക് എറിഞ്ഞ് കൊള്ളിച്ച് കളിക്കുകയായിരുന്നു. ശിശുവിന് ഈ കളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. പക്ഷെ കുഞ്ഞു ലീഫ് നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ഷാവോ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇതിനു മുമ്പ് ആലിയുടെ വൈഫായിരുന്ന യാവർ മാത്രമായിരുന്നു തനിക്കൊപ്പം ഇങ്ങനെ കളിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൾ പോയത് കാരണം ആലിയും ഭയങ്കര ദേഷ്യത്തിലാണ് എന്നൊക്കെ ശിശു ഈ സമയത്ത് പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് ബിങ്ഷു അങ്ങോട്ടേക്ക് വന്നത്. യാവറെ കൊന്നത് തവോഷിയാണ് എന്ന് അവന് തോന്നുന്നുണ്ടോ എന്ന് ബിങ്ഷു ശിശുവിനോട് ചോദിക്കുന്നു. തവോഷിയല്ല, യാവർ മാത്രമല്ല, അതേപോലെ വേറെ കുറേ ഗ്രാമീണരും വളരെ വിചിത്രമായ രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. അവരെയൊന്നും മര്യാദയ്ക്ക് അടക്കം ചെയ്തിട്ട് പോലുമില്ല. ഒരു വൈക്കോൽ പായയിൽ പൊതിഞ്ഞ് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് കൊണ്ട് ആ ബോഡികളൊക്കെ കളയുകയാണ് ചെയ്തത് എന്നൊക്കെ ശിശു അവരോട് പറയുന്നുണ്ട്. ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാൻ അവർ രണ്ടുപേരും കൂടി അവനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൻ അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്.